ഞാനിപ്പോൾ ഹരിപ്പാട് വീട്ടിലാണുള്ളത് കേട്ടോ. ഇന്ന് നമ്മുടെ ഉത്സവം തീരുന്ന ദിവസമാണ്. ആറാട്ടോടു കൂടിയാണ് സമാപിക്കുന്നത്. ഞാൻ എന്തായാലും അമ്പലത്തിൽ പോകുന്നില്ല, നമ്മുടെ ഈ റോഡിൻ്റെ ഇതുവഴി പാസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കാണാൻ പോകാം കേട്ടോ. നല്ല മഴ വരുന്നുണ്ട്. നമ്മുടെ ഹരിപ്പാട്ട് അമ്പലത്തിലെ ആറാട്ട് നടക്കുന്നത് 10-ാം ഉദയം ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 10-ാം ഉദയമാണ്, വിഷുവിൻ്റെ എന്നാണ് ഉത്സവത്തിൻ്റെ കൊടിയേറ്റ്. ഇന്നുകൊണ്ട് ഉത്സവം തീരുവാണ്. ഈ ഒരു ആറാട്ട് പ്രമാണിച്ചത് കാണാൻ വേണ്ടിയിട്ട് ചേച്ചിയും മോനും ഒക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ പോകാനായിട്ട് ഇറങ്ങുകയാണ്. വൈകിട്ടൊരു 5:30 ആകുമ്പോഴാണ് നമ്മുടെ റോഡ് സൈഡിൽ കൂടി ഇത് വരുന്നത്. നമ്മുടെ വീട് ഹൈവേ സൈഡിലായതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ അത് കാണാൻ വേണ്ടിയിട്ട് പോകാം. പിന്നെ ഇപ്പോൾ ഹൈവേയിൽ പണി നടക്കുകയാണല്ലോ, അതുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് പോകാനും കാണാനും ഇഷ്ടമുള്ളത് കൊണ്ട് ഇതൊരു ബുദ്ധിമുട്ടേ അല്ല. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് താമലാക്കൽ ജംഗ്ഷൻ്റെ പടിഞ്ഞാറ് വശത്താണ് കേട്ടോ. എൻ്റെ വീട് ഹരിപ്പാടാണെങ്കിലും ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ആറാട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഇവിടെ വന്ന് നിന്നപ്പോൾ നല്ല ചൂട് പാൽപ്പായസവും കുടിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവങ്ങളും ആചാരങ്ങളും ഒക്കെ തൊട്ടടുത്തുള്ള അമ്പലങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കഥകൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ആറാട്ട് വരവിനെ പറ്റി കേട്ടപ്പം അറിഞ്ഞൊരു കഥ ഞാനിവിടെ ഷെയർ ചെയ്യുവാണ്. അതായത് ഹരിപ്പാട്ട് അമ്പലത്തിൽ നിന്ന് ഭഗവാൻ ആനപ്പുറത്ത് ആറാട്ടിനായിട്ട് എഴുന്നള്ളി തിരുവല്ലഞ്ഞേൽ അമ്പലത്തിലെത്തുമ്പം അവിടുത്തെ ദേവി തൃപ്പൂത്തായി. അതറിയിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പട്ട് അവിടെ അമ്പലത്തിൻ്റെ വാതിക്കൽ ഇങ്ങനെ കെട്ടും. അത് കണ്ട് ഭഗവാന് ദേഷ്യം വന്നിട്ട് അവിടുന്ന് വേറൊരു അമ്പലത്തിലേക്ക് പോകും, അതായത് കരുവാറ്റക്കുളങ്ങര അമ്പലത്തിലേക്ക് പോകും. അവിടെയാണ് ആറാട്ട് നടത്തുന്നത്. ഇപ്പോഴും അങ്ങനെ ആ ചുമല പട്ട് വിരിച്ച് കെട്ടുവന്ന്. പിന്നെ അത് കഴിഞ്ഞ് ആറാട്ടും കഴിഞ്ഞ് സദ്യയൊക്കെ കഴിഞ്ഞിട്ടാണ് ഭഗവാൻ തിരിച്ച് അമ്പലത്തിലേക്ക് പോകുന്നതെന്ന്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഹരിപ്പാടാണേലും ഈ കഥകളൊന്നും ഞാൻ നേരത്തെ കേട്ടിട്ടില്ല. അങ്ങനെ കഥ പറഞ്ഞു തീർന്നപ്പോഴേക്കും ഭഗവാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത്തവണ 5 ആനകളുടെ അകമ്പടിയോടുകൂടിയാണ് ആറാട്ടിന് വരുന്നത്. അയ്യോ മിയ, ലൈറ്റ് ഇട് മിയ, ലൈറ്റ് ഇട്. അതെ, ഞങ്ങൾ ആറാട്ട് കഴിഞ്ഞ് വന്ന്. എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മറ്റുള്ളവരെ സൈലൻ്റ് ആക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇന്നത്തെ ആറാട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ബൈ പറയാണ്. പക്ഷേ ഇത് കഴിഞ്ഞ് ഞാൻ പാനസവെള്ളം എന്ന് പറഞ്ഞൊരു വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ശർക്കരയും ജീരകം, ഏലക്ക, ഈ ചുക്ക്, അങ്ങനെ എന്തൊക്കെയോ ഇട്ട വെള്ളം കേട്ടോ. എന്തായാലും കരിമ്പിൻ ജ്യൂസിൻ്റെ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു ആറാട്ട് സമയത്ത് ഇവിടെ വിതരണം ചെയ്യുന്ന വെള്ളം കേട്ടോ. അത് അപ്പുറത്തെ ചേച്ചി എനിക്ക് കൊണ്ട് തന്നെ. അപ്പം എന്തായാലും ഇതോടുകൂടി തീരുകയാണ്. ബൈ.